ഡിയർ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക് എടുക്കാൻ പോകുന്നത് ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് റൂള് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ബോർഡ് മാസ് റൂള്, അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ബോർഡ് മാസ് റൂൾ എന്നൊന്ന് പരിചയപ്പെടാം. വാട്ട് ഈസ് ബോർഡ് മാസ് റൂൾ? എന്താണ് ബോർഡ് മാസ് റൂൾ? ബോർഡ് മാസ് റൂൾസ് ഡിസൈഡ്സ് ദ ഓർഡർ ഓഫ് ഓപ്പറേഷൻസ്. അതായത് ബോർഡ് മാസ് റൂള് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30 - 5 + 2 × 3 ഈ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൽ നമുക്ക് പ്ലസ് അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? അഡീഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ? ഇതിലേത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു റൂളാണ് എന്ത്? ബോർഡ് മാസ് റൂള്. അതിൽ ബി എന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്രാക്കറ്റിനെയാണ്. ഓ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ്, അതായത് പവറുകളാവാം, സ്ക്വയർ റൂട്ട്സ് ആവാം. അതുപോലെ തന്നെ ഓഫ് എന്ന് പറഞ്ഞിട്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഓഫ് എന്നും പറയാറുണ്ട്. അതെന്താണെന്ന് വഴിയെ നമുക്ക് നോക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, ഒ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ്, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം ചെയ്യുക. മനസ്സിലായോ? അതിനുശേഷം ഓർഡേഴ്സ്, പവേഴ്സ്, അത്തരം കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡി അഥവാ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം. അങ്ങനെ പോകുന്നു. നമുക്കപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്കിതൊന്നും കൂടി വിശദീകരിക്കാം. അപ്പോൾ എക്സാമ്പിൾ ഒന്ന് നോക്കൂ. തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? 30 - പിന്നെ ബ്രാക്കറ്റിനകത്ത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ പ്ലസ് 8 സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ, ഗുണനമാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി സ്റ്റെപ്പ് 1 അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ബോർഡ് മാസിൽ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ള ക്രിയകളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഏതാണ് വരുന്നത്? 2 × 6 + 15/3. ക്ലിയർ ആയോ? അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ ആദ്യം ചെയ്യാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് സ്റ്റെപ്പ് 1 നമ്മൾ എഴുതി. ഇനി ഇതിലെന്തുണ്ട്? മൾട്ടിപ്ലിക്കേഷനുണ്ട്, ഡിവിഷനുണ്ട്. ബോർഡ് മാസ് റൂൾ പ്രകാരം ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് 15/3 നമ്മൾ എന്ത് ചെയ്തു? 5 നമുക്ക് കിട്ടി. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? 2 × 6 അതായത് 12. അപ്പോൾ എന്താണ്? 12 + 5 17 കിട്ടി. അപ്പോൾ ബ്രാക്കറ്റിൽ മൊത്തത്തിലുള്ള നമ്പേഴ്സിൻ്റെ റിസൾട്ട് എന്ത് കിട്ടി? 17 എന്ന് കിട്ടി. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 ആ ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 17 എന്ന് കൊടുക്കാം. അപ്പോൾ സ്റ്റെപ്പ് 2 അതായത് 30 - ആ ബ്രാക്കറ്റിനകത്തുള്ളതിന് പകരം എന്ത് കൊടുത്തു? 17 + 8 സ്റ്റാർ എന്ന് ഉദ്ദേശിച്ചത് മൾട്ടിപ്ലിക്കേഷനാണ്, ഗുണനമാണ്, 1/2. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഇതിലെന്താണ്? മൈനസ് പ്ലസ് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂൾ പ്രകാരം മൾട്ടിപ്ലിക്കേഷനാണ്, അതായത് ഗുണനമാണ് അല്ലേ? അപ്പോൾ 8 × 1/2 എത്രയാണ്? 4 അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 3 എന്ത് കിട്ടി? 30 - 17 + 8 × 1/2 പകരം എന്ത് എഴുതി? 4 എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി സ്റ്റെപ്പ് 4 എന്തായി? അഡീഷനും സബ്ട്രാക്ഷനും മാത്രമായി. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ സ്റ്റെപ്പ് 4 തന്നിരിക്കുന്ന പോലെ വരികയാണെങ്കിൽ, അതായത് മൈനസ് ആദ്യം പ്ലസ്, വേറെ ഒരു ഓപ്പറേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഓർഡറിൽ ചെയ്തു പോയാൽ മതി. അതായത് ആദ്യം സബ്ട്രാക്ഷൻ ചെയ്യാം, പിന്നെ അഡീഷൻ ചെയ്യാം. അതായത് 30 - 17 + 4. അപ്പോൾ ആദ്യം 30 - 17 ചെയ്യുക. എത്രയാണ് 30 - 17 കിട്ടുക?
13 അല്ലേ? ഇനി 13 + 4 എത്രയാണ്? 17. മനസ്സിലായോ?